പാല, മാണി സാറിൻ്റെ പാല, മീനച്ചിലാറിൻ്റെ തീരങ്ങളിലുള്ള പാല, നമ്മുടെ പാല ജൂബിലി, ഇങ്ങനെ പല വിശേഷങ്ങൾ കൊണ്ടും പാല ഫേമസ് ആണ്. ഈ പാലായിലെ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ വളരെ ശക്തമേറിയ ഒരു ത്രികോണ പോരാട്ടമാണ് നടന്നത്. UDF നിന്നും മാണി സി കാപ്പൻ, LDF നിന്നും ജോസ് കെ മാണി, NDA നിന്നും ഷോൺ ജോർജ്, മൂന്നുപേരും പ്രബലരാണ്. പാലായുടെ മണ്ണിൽ കുരുത്തവർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്തവണ അവരുടെ ഒരു പ്രതീക്ഷകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിലൊരു ചെറിയ തിരുത്തലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാണി സി കാപ്പനും ജോസ് കെ മാണിയും പാലട മണ്ണിൽ കുരുത്തവരാണ്. പക്ഷേ ഷോൺ ജോർജ് പാലട മണ്ണിൽ കുരുത്തമല്ല, അത് പൂഞ്ഞാറിൻ്റെ മണ്ണിൽ കുരുത്തതാണ്. PC ജോർജ്, പൂഞ്ഞാറിൻ്റെ തമ്പുരാൻ PC ജോർജിൻ്റെ മകനാണ്. എന്താണെങ്കിലും ഇത്തവണ വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് പാലായിൽ നടന്നിട്ടുള്ളതെന്ന് ഉറപ്പാണ്. കാരണം ഷോൺ ജോർജിൻ്റെ കടന്നുവരവോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDFും ഈ കേരള കോൺഗ്രസിൻ്റെ സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന LDFും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുന്നത്, ഒരു ഞെരുക്കത്തിലേക്ക് വന്നിരുന്നു. കാരണം ഈ ഷോൺ ജോർജ് ഓൾറെഡി UDFിൽ നിന്ന് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഷോൺ ജോർജിൻ്റെ അച്ഛൻ PC ജോർജും ഈ പറയുന്ന UDFിൽ നിന്ന് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് അവർ UDF വിട്ട് അവർ ഈ പറയുന്ന NDA BJP സഖ്യത്തിലേക്ക് കൂടിച്ചേരുന്നത്. പക്ഷേ അതുവരേക്കും എന്താണ് UDFിൻ്റെ തന്ത്രങ്ങൾ എന്താണ്, UDFിൻ്റെ ഇലക്ഷൻ തന്ത്രങ്ങൾ എന്താണ്, ഇതെല്ലാം കൃത്യമായി പഠിച്ച് വിശകലനം ചെയ്തിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു ഈ ഷോൺ ജോർജ്. പ്രത്യക്ഷത്തിൽ ഷോൺ ജോർജ് ആദ്യമായി തന്നെ പറയുന്നത് പാലായിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ കടന്നു വരുന്നൊരു പോയിന്റ് അതാണ്. കാരണം പാല എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ മണ്ണാണ്. പാലായുടെ നടുമുറ്റത്ത് അല്ലെങ്കിൽ പാലായുടെ കൃത്യം സെൻട്രലായി തല ഉയർത്തി നിൽക്കുന്ന പാല കുരിശുപള്ളി, അതാണ് പാലായ്ക്ക് ഐഡൻറ്റിറ്റി. നമ്മുടെ തൃശ്ശൂരിന് വടക്കുന്നാഥ ക്ഷേത്രം പോലെ, പുത്തൻപള്ളി പോലെ പാലായുടെ സ്വന്തം കുരിശുപള്ളി. ആ കുരിശുപള്ളിക്ക് മുകളിൽ മീനച്ചിലാറിലേക്ക് നോക്കി അനുഗ്രഹം ചുരുങ്ങി നിൽക്കുന്ന കർത്താവിൻ്റെ തിരുസ്വരൂപം, അത് മൊത്തത്തിൽ പാലായുടെ ഒരു മുഖചിത്രമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, UDFിൻ്റെ ഒരു ലാപ്ടോപ്പ്, അതായത് ഒരു മാതാവിൻ്റെ മടിത്തട്ട് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDFിന് പാല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിൻ്റെ ഈറ്റില്ലം എന്നൊരു പ്രയോഗം മുൻപ് ആഷിക്ക് ഉപയോഗിച്ചിരുന്നു. അതിൽ തന്നെ ഞാനൊരു കാര്യം പറയും. ഈ കേരള കോൺഗ്രസ് മാണി സാറിൻ്റെ മരണം വരേക്കും കേരള കോൺഗ്രസ് ആയതിനു ശേഷം നിൽക്കുന്നത് ഈ പറയുന്ന UDFിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയായിരുന്നു. UDF പ്ലസ് കേരള കോൺഗ്രസ്, UDFിൻ്റെ സപ്പോർട്ടുള്ള കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആദ്യമായി 2019 15,378 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ആദ്യമായി മാണി സാറിൻ്റെ കയ്യിൽ നിന്നും പാല മറ്റൊരു മാണിയിലേക്ക് പോവുകയാണ്. അത് മാണി സി കാപ്പനാണ്. 15,378 വോട്ട്. എതിരിലുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് ജോസ് ടോം, കേരള കോൺഗ്രസിൻ്റെ ജോസ് ടോം. അത് അദ്ദേഹം അന്ന് UDF സപ്പോർട്ടോട് കൂടിയാണ്. പക്ഷേ അന്ന് അവിടെ ചരിത്രത്തിൽ ആദ്യമായി LDF, മാണി സാർ ഇല്ലാതെ LDF ഒരു വിജയം കൊയ്തു. മുൻപ് മാണി സാർ LDFിൽ ഉണ്ടായിരുന്ന സമയത്ത് LDF അവിടെ വിജയം കൊയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം UDFിലേക്ക് പോകുന്നത്, കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. മാണി സാർ ഇല്ലാതെ ആദ്യമായി പാലായ്ക്ക് LDFിന് പാല കിട്ടുകയാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആ സമയത്ത് അവിടെ മത്സരിച്ച ജോസ് ടോം ആർക്കും അഭിമതനായിരുന്നില്ല, ആർക്കും തൽപരകക്ഷി ആയിരുന്നില്ല എന്നുള്ളത്. പിന്നെ വർഷങ്ങളായുള്ള ഈ പറയുന്ന മാണി സാറിനോടുള്ള സ്നേഹം ജോസ് കെ മാണിയോട് പാലയിലെ ജനങ്ങൾ കൊണ്ടുവന്ന് ചോദിച്ചാൽ തുലവും കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇത്തവണത്തെ മത്സരത്തിൽ സ്വാഭാവികമായും ജോസ് കെ മാണിക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമാണ്. കാരണം അദ്ദേഹം ചെയർമാനാണ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് LDF പാർട്ടിയുടെ സപ്പോർട്ടോടു കൂടിയാണ്. LDFിനും ഈ പറയുന്ന കേരള കോൺഗ്രസിനും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മാണി സി കാപ്പൻ ജയിച്ച് ജോസ് കെ മാണി തോറ്റുപോയി കഴിഞ്ഞാൽ ആ തോൽവി ജോസ് കെ മാണിയുടെ തോൽവി അല്ല. ഈ പറയുന്ന മാണി സാറ് ജീവനും രക്തവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവിടെ അവസാനിക്കുകയാണ്. പാലായുടെ മണ്ണിൽ അവസാനിക്കാൻ പോവുകയാണ്. മനസ്സിലായോ? ഇനിയൊരു അംഗമില്ല. ഇനി 5 വർഷം കൂടി കാത്തിരിക്കാനുള്ള അംഗമില്ല. ഒന്ന്. പിന്നെ ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ സംഭവിച്ച് അവിടെ NDA സഖ്യത്തോടു കൂടി BJP ജയിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ പറയുന്ന മാണി സി കാപ്പനോ ഈ പറയുന്ന ജോസ് കെ മാണിക്കോ ഈ പാല തിരിച്ച് കിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. കാരണം പാലായുടെ മണ്ണ് കയ്യിലേക്ക് കൊണ്ടുവന്ന് കിട്ടുന്നവൻ അതിൽ നിന്ന് പൊന്നു വിളയിക്കാൻ തോന്നും. കർഷകരുടെ ഭൂമിയാണ് പാല, റബ്ബറിൻ്റെ നാട്, പാലാഴി എന്നാണ് പാല അറിയപ്പെടുന്നത്.
അവിടെ എങ്ങനെ എന്ത് വിത്തിട്ടാൽ വിളയും എന്നുള്ളത് പാലക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ വ്യക്തമാകുന്നുണ്ടോ? ഇതിപ്പോൾ പാല കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഷോൺ ജോർജ് ആണെങ്കിലും പാലായിലെ ക്രിസ്ത്യാനിറ്റിയെ കൂട്ടുപിടിച്ചുകൊണ്ടേ കളിക്കുകയുള്ളൂ. പക്ഷെ അവിടെ വരുമ്പോൾ അതായത് ഇലക്ഷന് അടുത്ത ദിവസങ്ങളിലായിട്ട് ഷോൺ ജോർജിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു സഭയ്ക്കെതിരെയും ദീപിക പത്രത്തിനെതിരെയും. അതിൽ ഷോൺ ജോർജ് പറയുന്ന ഇപ്രകാരമാണ്, BJP സഭയ്ക്ക് വേണ്ടെങ്കിൽ സഭയ്ക്ക് BJPയെയും വേണ്ട. അങ്ങനെ മുഖമടച്ചുള്ള ആക്ഷേപം. അതിനപ്പുറത്ത് PC ജോർജ്, ഷോൺ ജോർജിന്റെ പിതാവ്, അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ മെത്രാന്മാർ വെറും വേണ്ട മനസ്സിലാവുന്നുണ്ട് ആണെന്നാണ്. അങ്ങനെ മുഖമടച്ചുള്ള ഒരു പരിഹാസം നടത്തിയ ഒരാളെ പാലക്കാർ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ഷൻ കഴിയുന്നവരേക്ക് നിശബ്ദനായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് തനിക്കുണം കാണിച്ചത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് വ്യക്തമാകുന്നുണ്ടോ? ഇലക്ഷൻ കഴിയുന്നവരേക്കും ക്രിസ്ത്യാനിറ്റി തൂക്കി പിടിച്ചാണ് ഷോൺ ജോർജ് ആണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, എങ്ങാനും ഷോൺ ജോർജിന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി കൈവിട്ട് പോകാതിരിക്കാനുള്ള കളികൾ മുഴുവൻ കളിക്കും എന്ന് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ജയിക്കില്ല എന്ന് ഉത്തമ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇയാൾക്ക് എന്തുമാവാം. ഇപ്പോൾ ആഷിക്ക് മത്സരിക്കുന്നു. ആഷിക്ക് പ്രസ്താവനയിൽ തേനും പാലും ഒഴുക്കും. എന്താ പറയുന്നത്, അവിടുത്തെ ആഷിക്കിൻ്റെ നാട്ടിലെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ എല്ലാവരെയും ആഷിക്ക് ചേർത്ത് പിടിക്കും, ക്രിസ്ത്യൻ സമുദായത്തെ ചേർത്ത് പിടിക്കും, ഹിന്ദു സമുദായത്തെ ചേർത്ത് പിടിക്കും എന്നെല്ലാം പറഞ്ഞ് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആഷിക്കിന് മനസ്സിലാവണം, ആഷിക്ക് തോൽക്കും, ആഷിക്കിന് വോട്ട് കിട്ടില്ല. സ്വാഭാവികമായിട്ടും ആഷിക്ക് പറയും, നീ ഇന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു കൊപ്പില്ല എന്ന് പറയും. അത് തന്നെ, അത് ഒരു തനിനാടൻ പ്രയോഗമാണ്. ഇതിവിടെ ഈ ചാനലിൽ വന്നിരുന്ന് ഞാൻ അങ്ങനത്തെ ഒരു പ്രയോഗം പറഞ്ഞതല്ല, തനിനാടൻ പ്രയോഗമാണ് PC ജോർജിൻ്റെ. PC ജോർജ് മുൻപ് പ്രസംഗിച്ചൊരു പ്രസംഗം നമുക്ക് അറിയാവുന്നതാണ്. ഇലക്ഷൻ ടൈമിൽ ഈരാറ്റുപേട്ട ടൗണിൽ നിന്ന് മത്സരിക്കുമ്പോൾ കൂവി വിളിച്ച ഈരാറ്റുപേട്ടയിലെ ജനങ്ങളോട്, നീ ഒന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു, ബാക്കി മ്യൂട്ടഡാണ്, ഇല്ലടാ വീണ്ടും മ്യൂട്ടഡാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പേട്ടയിലെ ജനങ്ങൾ വലിച്ച് താഴെ ഇട്ടു. മനസ്സിലായോ? കാലവാരി നിലത്തിട്ട് അവിടെ നിന്ന് നേരെ വന്നിട്ട് പിന്നീട് നടന്നു പോകുന്നത് എങ്ങോട്ടാണ്? BJPയുടെ മണ്ണിലേക്കാണ് നടന്നുപോയി കയറുന്നത്. അവിടെ നിന്നുള്ള കളിയാണ്. പക്ഷേ ഇത്തവണ ചിത്രങ്ങൾ മുഴുവൻ മാറി മറിഞ്ഞ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലായുടെ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ എല്ലാം, ഈ പാർട്ടികളുടെ എല്ലാം ഒരു വിലയിരുത്തൽ നടന്നപ്പോൾ 15,000 വോട്ടിൻ്റെ ലീഡിന് ഈ പറയുന്ന മാണി സി കാപ്പൻ ജയിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ആ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടി കേന്ദ്രങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെരുക്കത്തിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വിജയം ശരിക്കും പറഞ്ഞാൽ അനിവാര്യമായിരുന്നു LDFനും കേരള കോൺഗ്രസിനും. പക്ഷേ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോസ് കെ മാണി രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പാർട്ടി ചെയർമാൻ സ്ഥാനം രാജിവെക്കുക തന്നെ ചെയ്യേണ്ടി വരും, പകരം ആരെങ്കിലും ഇരുത്തേണ്ടി വരും. കാരണം ചെയർമാൻ മത്സരിക്കുമ്പോൾ അണികൾക്ക് ആവേശം വരട്ടെ എന്നാണ് മറ്റേ ആരാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. അതിൽ മറ്റൊരു കാര്യമുണ്ട്. റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ പാലായിലേക്ക് തള്ളി വിടുകയായിരുന്നു. അത് ഈ ജോസ് കെ മാണിക്ക് ആഗ്രഹം കടുത്തുരുത്തിൽ പോയി മത്സരിക്കാനാണ്. അതിന് പകരം ജോസ് കെ മാണിയുടെ ഭാര്യയെ പാലായിൽ നിർത്തുക അതായിരുന്നു ജോസ് കെ മാണിയുടെ പ്ലാൻ. പക്ഷേ റോഷി അഗസ്റ്റിൻ കയറി ജോസ് കെ മാണിയെ പാലായിലേക്ക് തള്ളി വിടുകയായിരുന്നു. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഇലക്ഷന്റെ ആ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിൽ മാണി സി കാപ്പൻ പറയുന്നുണ്ടായിരുന്നു, 60,000 വോട്ടുകൾ നേടി ഞാൻ നിയമസഭയിലെത്തുമെന്ന്. ഷോൺ ജോർജ് പറയുന്നുണ്ടായിരുന്നു, ഒരു 55,000-ഓളം വോട്ട് ലഭിച്ചാൽ ഞാൻ ജയിക്കും എന്ന്. പക്ഷേ ഇവിടെ ജോസ് കെ മാണി തൻ്റെതായിട്ടുള്ള എത്ര ശതമാനം വോട്ട് ലഭിക്കും എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഈ CPMന്റെ വിജയം പ്രതീക്ഷിക്കുന്ന ഓരോ മണ്ഡലങ്ങളുണ്ടല്ലോ, അതിൽ ഈ പാല എന്നൊരു മണ്ഡലം ഉൾപ്പെട്ടിട്ടില്ല. ഇതിനകത്ത് ഈ പാലായുടെ ഈ മണ്ഡലങ്ങൾക്കകത്ത് എലിക്കുളം, കൊപ്രാക്കുളം, പനമറ്റം, അതുപോലെ തന്നെ കാരക്കുളം, പിന്നെ പൈക, വിളക്കുമാടം, മല്ലികശ്ശേരി, ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മീനച്ചിൽ, പൂവരണി, അങ്ങനെ കുറേ മണ്ഡലങ്ങളുണ്ട്, കുറേ മെയിൻ മണ്ഡലങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മഞ്ചക്കുഴി ശരിക്കും പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കടന്നിരുന്നതാണ്. എലിക്കുളത്തിൻ്റെ ഒരു ഭാഗം, എലിക്കുളം പഞ്ചായത്ത് ഈ പറയുന്ന മഞ്ചക്കുഴി എന്ന് പറയുന്ന പ്രദേശം മുതൽ അപ്പുറത്തേക്ക് ഉണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി താലൂക്കിലായിരുന്നു. ഈ പ്രദേശങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDFന്റെ ശക്തി കേന്ദ്രമാണ് എന്നുള്ള കാരണത്താൽ KM മാണി സാർ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ പ്രദേശങ്ങളെ കൂടി എങ്ങോട്ടേക്ക് മാറ്റി, അങ്ങ്
പൊൻകുന്നത്തിന് 2 കിലോമീറ്റർ അപ്പുറത്ത്, അതായത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 6 കിലോമീറ്റർ പൊൻകുന്നം, പൊൻകുന്നത്ത് നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ഇപ്പുറത്ത് കിടക്കുന്ന കൊപ്രാക്കളം കഴിഞ്ഞിട്ട് 1-ാം മൈലിന് തൊട്ടടുത്ത് വരെ പ്രദേശങ്ങൾ വരേക്കും എങ്ങോട്ടേക്കാക്കി ഈ പറയുന്ന പാലായിലേക്ക്, മീനച്ചിൽ താലൂക്കിലേക്ക് കൂട്ടിച്ചേർത്തു. അതായത് പാലാ നിയോജക മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ കുറച്ചും കൂടി ഇതായി. പക്ഷെ അത് UDFിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഈ പറയുന്ന മഞ്ചക്കുഴിയിൽ എലിക്കുളം പഞ്ചായത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2ആയിട്ടാണ്. എലിക്കുളം പഞ്ചായത്ത് 14 വാർഡുണ്ട്. അതിൽ തന്നെ ഏകദേശം 50-50 ഈ പറയുന്ന LDFനും BJPക്കും ആയിരുന്നു 2016-17 വരേക്കും. പക്ഷെ അതിനുശേഷം പനമറ്റ ഏരിയയുടെ ഒരു പ്രദേശം, അതായത് 2 വാർഡുകളോളം അത് BJPയുടെ അധികാരത്തിലേക്ക് പോയി. മനസ്സിലായോ? ഇനി ഇപ്പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പാലായിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടപ്പാട്ടൂർ, വള്ളിച്ചിറ, അങ്ങനെ ആ ഒരു ഏരിയ ഉണ്ട്. വള്ളിച്ചിറ, കടപ്പാട്ടൂർ, അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ തീർന്നു വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. മനസ്സിലായോ? അതിൽ പാലാ ടൗണിൽ തന്നെ ഈ പറയുന്ന കൊട്ടാരമറ്റം, മീനച്ചിൽ, ഇപ്പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പാലാ ടൗണിൽ നിന്ന് ഈരാറ്റുപേട്ട പോകുന്ന ഭരണങ്ങാനം തൊട്ടടുത്ത് വരെ വരുന്ന പ്രദേശങ്ങൾ, ഇതെല്ലാം തന്നെ UDFിൻ്റെ കേന്ദ്രങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന LDFിനെക്കാട്ടിലും എന്തുകൊണ്ടും ശക്തി കേന്ദ്രങ്ങൾ കൂടുതലുള്ളത് UDFിനാണ്. ഈ പറയുന്ന മാണി സി കാപ്പൻ നിൽക്കുന്നത് എവിടെയാണ്? UDFിലാണ്. ശക്തി എപ്പോഴും അവിടെ UDFിന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കാം നമുക്ക്, എന്തുകൊണ്ട് ജോസ് ടോം തോറ്റു? സഹതാപ തരംഗത്തിൽ വന്ന വോട്ട്, അത് മാണി സി കാപ്പനോടുള്ള വ്യക്തി വിദ്വേഷവും അതുപോലെ തന്നെ ജോസ് ടോമിനോടുള്ള വിദ്വേഷവുമാണ്. ജോസ് ടോം പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ജനങ്ങളെ വെറുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾ നിയമസഭയിലേക്ക് ജയിച്ച് പോകണ്ട എന്നുള്ള ജനങ്ങളുടെ തീരുമാനത്തിലാണ് മാണി സി കാപ്പനെ ആദ്യം പരീക്ഷിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ജോസ് കെ മാണി LDFിലേക്ക് വരുന്നതോടുകൂടി ഈ പറയുന്ന ജോസ് കെ മാണി വിരോധം കൂടുകയും, പിണറായി വിദ്വേഷം എന്ന് പറയുന്ന പോലെ തന്നെ ജോസ് കെ മാണി വിദ്വേഷം നല്ല രീതിക്കുണ്ട്, ആ വിദ്വേഷം കൂടുകയും അത് ഈ പറയുന്ന ജോസ് കെ മാണിക്ക് കിട്ടേണ്ട വോട്ടുകളെ മാണി സി കാപ്പനുള്ള വോട്ട് ബാഗുകളാക്കി മാറ്റുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെ മാണി സി കാപ്പൻ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാലായ്ക്ക് എന്തെങ്കിലും മാണി സി കാപ്പൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാലക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയും നോ. അവിടെ മാണി സാർ ചെയ്തു വെച്ചിട്ടുള്ളതിനപ്പുറത്തേക്ക് പുതിയതായി ഒരു വികസനങ്ങളും പാലാടൻ മണ്ണിൽ വന്നിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിൽ 12 പഞ്ചായത്തിൽ 9 പഞ്ചായത്തുകൾ UDFിൻ്റെ കൂടെ പോന്നു. ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്, അത് പുളിക്കൽ കുടുംബത്തിൻ്റെ കൂടെ UDF കൈയടക്കി. അവശേഷിച്ച ഒരു പഞ്ചായത്തുകളാണ് LDFിന് ലഭിച്ചത്. അതിൽ 1-2 സീറ്റുകൾ BJPയും കൊണ്ടുപോയി. പക്ഷേ ഇത്രയേറെ ഭൂരിപക്ഷം ലഭിച്ചിട്ടും LDFിനാണ് അവിടെ വോട്ട് ശതമാനത്തിൽ കൂടുതൽ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതൊരു പക്ഷേ ഈ ജോസ് കെ മാണിയുടെ വിജയത്തിലേക്ക് നയിച്ചൂടെ? ജോസ് കെ മാണിയുടെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇത്തവണ ജോസ് കെ മാണിക്ക് വിജയസാധ്യത ഉണ്ട്, അല്ലെങ്കിൽ LDFിൻ്റെ കൂടെ ചെയ്യുന്ന ജോസ് കെ മാണി വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ശരിക്കും ഇത്തവണ എല്ലാ പാലക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ചിത്രങ്ങൾ മുഴുവൻ മാറി വരികയാണ്. കാരണം LDF നിശബ്ദരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരള കോൺഗ്രസ് LDF നിശബ്ദരാണ്. അവരവരുടെ വോട്ടുകൾ എത്ര ശതമാനം വീഴും, എത്ര വിജയ ശതമാനം ഒന്നും അവർ പുറത്ത് പറയുന്നില്ല. അതൊരു പക്ഷേ അവർ വിജയം ഉറപ്പിച്ചിട്ടാവാം. ഞങ്ങളുടെ വിജയം ഉറപ്പിച്ചു, ഇനി ഞങ്ങൾക്ക് അതിനകത്ത് കൂടുതലൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആവാം. അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്ക് ആരോട് ഒന്നും പറയാനില്ല എന്നുള്ള മൗനമാകാം. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടലനുസരിച്ചിട്ട് മാണി സി കാപ്പൻ 15,000 വോട്ടിൻ്റെ ലീഡിലാണുള്ളത്. 15,000 വോട്ടിൻ്റെ ലീഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ലീഡല്ല. 2019 15,378 വോട്ടിന് മാത്രം ജയിച്ചു വരുന്നു. ഇപ്പോൾ ആ ഒരു 378ൻ്റെ കുറവുണ്ടെങ്കിലും 15,000 വോട്ടിന് നിൽക്കുന്നു. അന്ന് പ്രമീളാദേവി മേടിച്ചത് 10,000 ആയിരുന്നു. അതിനുശേഷം ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി പാലായിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ 22,000 സംതിങ് വോട്ട് ഈ പറയുന്ന BDJS BJP സഖ്യത്തിൽ മേടിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ BJPയുടെ വോട്ട് ഷെയറിങ് കൂട്ടിയിട്ടുണ്ട്. ആഷിക്ക് ചോദിച്ച ചോദ്യത്തിലുള്ള ഉത്തരവ് അത് തന്നെയാണ്. BJP പിടിക്കുന്ന മുഴുവൻ വോട്ടുകളും തന്നെ, BJP കൂടുതലായിട്ടും പിടിക്കുന്ന മുഴുവൻ വോട്ടുകളും തന്നെ അത് LDFിൻ്റെ വോട്ടാണ്. ഒരുപക്ഷെ അത് നേരെ തിരിച്ചായാലോ? ഇപ്പോൾ ഷോൺ ജോർജ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ച വോട്ടിൻ്റെ ഷെയർ കൂട്ടുകയും മാണി സി കാപ്പൻ്റെ വോട്ടിൻ്റെ ഷെയർ കുറഞ്ഞാലും, അതായത് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് അതിൽ 3 ഇരട്ടി താഴെയായിട്ട് കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് അത് വിജയ ശതമാനം ആയിക്കൂടെ? വിജയ ശതമാനത്തിനുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പാലാ ടു
പാലായെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുന്നു. അതായത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു ഇതായിട്ട് നമുക്ക് മുറിക്കാം. അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് അവിടെയുള്ളത് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളും മറുവശത്തുള്ള മറ്റേ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായമാണെന്നിരിക്കെ ഈ ഹൈന്ദവ സമുദായത്തിൽ തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നായർ SNDP സഖ്യം ഈക്വലാണ്, 50-50 ആണ് പാലായിൽ. 50% നായർ മെജോറിറ്റിയും 50% SNDP മെജോറിറ്റിയും ഉള്ളൊരു നാടാണ്. SNDPയുടെ വോട്ടുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകപ്പെടും. പകുതി BDJSനെ സപ്പോർട്ട് ചെയ്ത് BJPയിലേക്ക് പോകും, ബാക്കി പകുതി മാത്രമേ എങ്ങോട്ടേക്ക് വരുള്ളൂ, ഈ പറയുന്ന LDFിലേക്ക് വരികയുള്ളൂ. ഇനി നായർ സമുദായത്തിൻ്റെ വോട്ട് അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അതും സ്പ്ലിറ്റായിട്ട് BJPയിലേക്ക് പോകും, ബാക്കി മാത്രമേ LDFിലേക്കോ അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് UDFിലേക്കോ പോകുന്നത്. ഈ പറയുന്ന രണ്ട് വോട്ട് ഷെയറിങ്ങുകളും ഈ പറയുന്ന രണ്ട് വോട്ട് ഷെയറുകളെയും, അതായത് ഞാൻ ഈ പറഞ്ഞ നായർ സമാജത്തിൻ്റെയും ഈ പറയുന്ന മറ്റേ SNDPയുടെയും വോട്ടുകളെ ഒരിക്കലും UDFിനും LDFിനും സ്വന്തമെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ പറയുന്ന കോൺഗ്രസിനും സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന വോട്ടുകളല്ല. അത് രണ്ടും അവർക്ക് ഈക്വലായിട്ട് പോകുമ്പോൾ അതിൻ്റെ 1% എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, BJPയിലേക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ട്. അപ്പം വോട്ട് പിടിച്ചാൽ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചിരുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പം പറഞ്ഞാൽ പാർട്ടിയുടെ വോട്ട് മറിയാതിരിക്കുക, LDFിൻ്റെ വോട്ട് മറിയാതെ കൃത്യമായി വീഴുകയാണെങ്കിൽ, അതിനൊപ്പം തന്നെ BJPയുടെ വോട്ടുകൾ മറിയുകയാണെന്നുണ്ടെങ്കിൽ, അത് LDFിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് പൂർണ്ണമായ വിജയസാധ്യതയുണ്ട്. പക്ഷേ ആ വിജയസാധ്യത പാലായുടെ മണ്ണിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് കാണാം, പാലായുടെ മണ്ണിൽ നിന്ന് തിരുവനന്തപുരത്തെ നിയമസഭയിലേക്ക് എത്താൻ ജോസ് കെ മാണിക്ക് ഭാഗ്യമുണ്ടാകുമോ, അതോ ജോസ് കെ മാണിയെ വെട്ടി മാണി സി കാപ്പൻ തൻ്റെ MLA അധികാരം വിട്ടു കൊടുക്കാതിരിക്കുമോ എന്ന് നമുക്ക് മെയ് 4 തീയതി അറിയാം. അതെ.